ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയാലോ. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ അടുത്തായിട്ട് വേണ്ടത് 2 ചെറിയുള്ളിയാണ് ഇടുന്നത്. 2 ചെറിയുള്ളി, പിന്നെ നമുക്കൊരു മണമുള്ള മുളകുണ്ട്, മണമുള്ള ഉണ്ടമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് ആ കൂന്തലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കാം, കളറാവാൻ വേണ്ടിയിട്ട്. ആ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കാം. ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതിന് കടുകൊന്നും പൊട്ടിക്കുന്നില്ല, അല്ലാതെ അങ്ങ് ചെയ്യണം. അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇച്ചിരി ഉടച്ച് വെച്ചേക്കുന്ന, അരിഞ്ഞത് കണ്ടിച്ചൊന്നുമില്ല, ഇച്ചിരി ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിനകത്തോട്ട് കറിവേപ്പില ഇട്ടെടുക്കാം. ആ കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ചെറിയുള്ളി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇനി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക്, ചെറിയൊരു ഹാഫ് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നല്ലപോലെ വഴണ്ട് വരും. അപ്പോൾ നമുക്കൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് കുറച്ച് തക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ കിടക്കുന്ന ഒന്ന് വഴണ്ട് റെഡിയായിട്ട് വരുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്ന പൊടികൾ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് പരുവത്തിലാകുമ്പോൾ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ അരപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് നമ്മൾ കൂന്തലിൻ്റെ ബാക്കി കണ്ടിച്ച് വെച്ചേക്കുന്ന കുറച്ച് കൂന്തലിൻ്റെ പീസസ് ഉണ്ട്, ആ പീസും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ അതിന് പറയുന്നത് കണവ എന്നാണ്. അപ്പോൾ ഈ കണവ കഷ്ണങ്ങളും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. വലിയ ഒറ്റയ്ക്ക് വേവിക്കുമ്പോൾ ഭയങ്കര വേവാണ്, അല്ലാതെ വലിയ വേവില്ല. അങ്ങനെ നല്ലപോലെ ഒന്ന് ഇതാക്കി എടുക്കുമ്പോൾ വേണ്ടേ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂന്തലെടുത്തിട്ട് അതിനകത്തേക്ക് ഈ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് എല്ലാം കൂടെ നമുക്ക് അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുത്തി നിറച്ച് ഒരുപാട് ഓവറായിട്ട് നിറച്ചാൽ അത് പൊട്ടിപ്പോകുന്നതുകൊണ്ട് ഓവറായിട്ട് നിറയ്ക്കേണ്ട, ആവശ്യത്തിന് നമ്മൾ നിറച്ച് അതിനകത്തോട്ട് മസാലകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്കത് ഒരു പച്ച ഈർക്കിൽ കൊണ്ട് വന്നിട്ട്, പച്ച ഈർക്കിലാണ് ഞാൻ എടുത്തത്, ആ പച്ച ഈർക്കിൽ കൊണ്ട് ഒന്ന് കുത്തി നിറച്ചിട്ടുണ്ട്. അത് നമുക്ക് കുത്തി വെച്ച് ഒരു ഇഡ്ഡലിക്കുട്ടകത്തിൽ ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. ആദ്യം നമ്മളൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുത്തിട്ട് 5 കണവയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് ഇഡ്ഡലിക്കുട്ടകത്തിൽ അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കാം. അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു കണവ ഒന്ന് പൊട്ടി, അത് പൊട്ടിയതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളം അങ്ങനെ ആയത്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കളറൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തീ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഒന്നുകിൽ സിമ്മിലിടുക, അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് മുളക് പൊടിയിലും വെളിച്ചെണ്ണയിലും ഒന്ന് കോട്ട് ചെയ്ത് ഒന്ന് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഒരു ചെറിയ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്, നമ്മുടെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം ഒരുപാട് ഒന്നിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ളൊരു കൂന്തൽ ഫ്രൈ ആണ്. വേറെ തോനെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് നമ്മളെ ബോധിക്കുട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ബോധിക്കുട്ട, എങ്ങനെ ഉണ്ടായിരുന്നത്? സൂപ്പർ, നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമാണ്.
അങ്ങനെ നമ്മുടെ സൂപ്പർ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ.